വാർത്തകൾ തുടരുന്നു. ഒരു വിഷുക്കാലം കൂടി വരവായി. വിഷു കൈനീട്ടവുമായി കണനെ കണി കണ്ടുതരാൻ മലയാളികൾ ഒരുങ്ങിക്കഴിഞ്ഞു. ഓട്ടുരുളിയിൽ കണിവെള്ളരി ഉൾപ്പെടെ നിറച്ചുവെച്ച ഭയസമാധിയിൽ പൊൻനിലവിളക്കിന്റെ ശോഭയിൽ ഭഗവാന്റെ മുഖകമലം ദർശിക്കുന്നതിലൂടെ ഐശ്വര്യവും സമ്പത്തും മലയാളികൾക്ക് ഓണം കഴിഞ്ഞാലുള്ള പ്രധാന ആഘോഷമാണ് വിഷു. വിഷുവിനെ സംബന്ധിച്ച് രണ്ട് ഐതിഹ്യമാണുള്ളത്. അഹങ്കാരിയായ നരകാസുരനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ വധിച്ചത് വിഷുദിനത്തിലാണെന്നാണ് ഒരു ഐതിഹ്യം. മറ്റൊന്ന്, രാക്ഷസ രാജാവായ രാവണൻ തന്റെ കൊട്ടാരത്തിലേക്ക് വെയിൽ കടന്നു വരാതിരിക്കാൻ സൂര്യൻ നേർക്കിഴക്ക് ഉദിക്കാൻ അനുവദിച്ചില്ലത്രേ. ശ്രീരാമൻ രാവണനെ വധിച്ചതോടെയാണ് സൂര്യൻ നേർകിഴക്കായി ഉദിച്ചതെന്നും ഈ ദിവസമാണ് വിഷുവിൻ വിശ്വാസം. പണ്ടുകാലത്ത് കാരണവന്മാർ കുടുംബാംഗങ്ങൾക്ക് കൈനീട്ടം നൽകുന്ന ഒരു രീതി നീട്ടം നൽകൽ ചടങ്ങ് ഇന്നും നടന്നു വരുന്നു. ഇതിനു പുറമെ കർഷകർക്ക് കാർഷിക വൃത്തി ആരംഭിക്കാമെന്നുള്ള ഒരു അറിയിപ്പും വിഷുനാളിലൂടെ നൽകുന്നുണ്ട്. ഈ ദിവസം കൃഷി ഇറക്കിയാൽ നൂറുമേനി വിളവ് സുനിശ്ചിതമാണെന്നാണ് വിശ്വാസം. നിർബന്ധിത ഡിജിറ്റലൈസേഷന് വേണ്ടി ജനങ്ങളെ നിർബന്ധിതമാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ഇതില് ഈ നമ്മളെ സംബന്ധിച്ച്, സംഘടനയെ സംബന്ധിച്ചും ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് തെറ്റായ രീതിയാണ്. തുടക്കം മുതലേ നിരോധനത്തെ നമ്മൾ എതിർക്കുകയും കള്ളപ്പണത്തിന്റെ പേര് പറഞ്ഞാണ് നിരോധനം നടപ്പാക്കിയെങ്കിൽ ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ച് ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നഗരത്തിലെ ബാങ്കുകൾ ആവശ്യപ്പെടുന്ന കറൻസികൾ യഥാസമയം ലഭിക്കാതെ പോകുന്നതാണ് ക്ഷാമത്തിന് കാരണമാകുന്നത്. ഇവ പരിഹരിക്കുന്നതിനായി അധികൃതർ നടപടിയെടുക്കുമ്പോഴും ജനങ്ങൾ നേരത്തെ നടത്തിയ നോട്ട് പരിഷ്കരണത്തിന്റെ ഇരകളാകുന്നതാണ് യാഥാർത്ഥ്യം. പത്തനംതിട്ട. വിഷുവിനോടനുബന്ധിച്ച് കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വിഷുക്കണി 2017 പച്ചക്കറി വിപണിയുടെ ജില്ലാതല ഉദ്ഘാടനം വെണ്ണിക്കുളത്ത് നടന്നു. രാജു അബ്രഹാം MLA വിപണിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കേരളത്തിലെ എല്ലാ വീടുകളിലും ഒരു പച്ചക്കറി തോട്ടം, ഇതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ഇവിടെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജില്ലയിലെ എല്ലാ വീടുകളിലും ഒരു പച്ചക്കറി തോട്ടം ഉറപ്പാക്കില്ല. നമ്മൾ ഇവിടെ പറയുമ്പോൾ 700 പഞ്ചായത്തിൽ എങ്കിലും നമുക്കത് കേന്ദ്രീകരിക്കാൻ കഴിയും. അതിന്റെ പ്രോജക്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. മാറാരോഗങ്ങൾ ലക്ഷോപലക്ഷം പണമാണ് നമ്മൾ മാറാരോഗങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത്. നമുക്ക് വിഷമില്ലാത്ത ഒരു യുഗത്തിലേക്ക് നമുക്ക് മടങ്ങില്ല. നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ 80, 90, 100 വയസ്സൊക്കെ ജീവിച്ച ആളുകൾ